നിലവിലുള്ള 10 മത്സരാർത്ഥികളിൽ 7 പേരാണ് നോമിനേഷന് വന്നിരിക്കുന്നത്. ജാസ്മിൻ, സായി, നോറ എന്നിവരെയാണ് നോമിനേറ്റ് ചെയ്തത്. നോറ, അഭിഷേക്, നന്ദന എന്നിവരെയാണ് നോമിനേറ്റ് ചെയ്തത്. ജിൻഡോ നോമിനേറ്റ് ചെയ്തത് സായിയും സിജോയുമാണ്. നന്ദന, അർജുൻ, ശ്രീധുവിനെയാണ് നോമിനേറ്റ് ചെയ്തത്. അഭിഷേക് നോമിനേറ്റ് ചെയ്തത് ശ്രീധുവിനെയും ജാസ്മിനെയാണ്. ജാസ്മിനെ നോമിനേറ്റ് ചെയ്യാനുള്ള പ്രധാന കാരണം ഇവിടെ എല്ലാം ട്രൈ ചെയ്ത് പാളിപ്പോയ ഒരു മത്സരാർത്ഥിയാണ് ജാസ്മിൻ. കോംബോ മുതൽ എല്ലാം ട്രൈ ചെയ്തു, പക്ഷെ എല്ലാം ഫെയിലിയർ ആയി. ഇപ്പൊ പുതിയൊരു ഡ്രാമയാണ് ജാസ്മിൻ കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് അഭിഷേക് പറയുന്നത്. അർജുൻ നോമിനേറ്റ് ചെയ്തത് നന്ദനയും അഭിഷേകിനെയാണ്. ഋഷി നോമിനേറ്റ് ചെയ്തത് നോറയും സായിനെയാണ്. സായിയെ നോമിനേറ്റ് ചെയ്തുകൊണ്ട് ഋഷി പറഞ്ഞൊരു റീസൺ, അതാണ് ഈ നോമിനേഷൻ പ്രക്രിയയിലെ ഏറ്റവും ഹൈലൈറ്റ്. സായി കൃഷ്ണ എന്ന വ്യക്തിയെ തേടിയാണ് ഞാൻ ബിഗ് ബോസിൽ വന്നത്. ഇപ്പൊ സായി പറയുന്നത് സായി കൃഷ്ണയെ സായിക്ക് കിട്ടിയെന്നാണ്. സായി കൃഷ്ണനെ കിട്ടിയെങ്കിൽ അപ്പൊ ഇനി വീട്ടിൽ പൊക്കോട്ടെ എന്നാണ് ഋഷി പറയുന്നത്. ഇവിടെ ഗെയിമും കളിക്കുന്നില്ല, സായിനെ തേടിയാണ് വന്നത് എന്ന് പറഞ്ഞ് മറ്റൊരാളുടെ അവസരമാണ് സായി കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പിന്നെ ഇനി സായി വീട്ടിൽ പൊക്കോട്ടെ എന്നാണ് ഋഷി പറയുന്നത്. ശ്രീധു വോട്ട് ചെയ്തത് നന്ദനയും സായിയാണ്. സായി വോട്ട് ചെയ്തിരിക്കുന്നത് ഋഷിയും ശ്രീധുവിനെയാണ്. സിജോ വോട്ട് ചെയ്തത് ജാസ്മിനെയും ഋഷിയാണ്. ജാസ്മിൻ ഒരു റോങ് വേയിലുള്ള കളികളാണ് ഇത്രയും നാൾ കളിച്ചുകൊണ്ടിരുന്നത്. റോങ് ആയിട്ടുള്ള പല ചേഷ്ടകളും പല വാക്കുകളും ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത് ജാസ്മിൻ ആണെന്നും പറയുന്നു. പലരും പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തിട്ടും അത് മനസ്സിലാക്കാതെ വീണ്ടും ആ റോങ് ആയിട്ടുള്ള വഴി കൂടെ തന്നെ പൊക്കോണ്ടിരുന്നു. ഇപ്പം വീട്ടുകാർ വന്ന ശേഷം വേറൊരു സാധനം ട്രൈ ചെയ്യാണ്, എന്നാൽ അതും ഫേക്ക് ആണ് എന്ന് സിജോ പറയുന്നു. ഈ 10 പേര് നോമിനേറ്റ് ചെയ്തതില് ഒരു വോട്ട് പോലും കിട്ടാത്ത വ്യക്തി ജിൻഡോയാണ്. എന്നാൽ സിജോയ്ക്കും അർജുനും ഓരോ വോട്ട് കിട്ടിയിരുന്നു. ഒരു വോട്ട് മാത്രം കിട്ടിയതുകൊണ്ട് അവരും നോമിനേഷന് വന്നില്ല. ജിൻഡോ, അർജുൻ, സിജോ ഇവര് 3 പേരുമാണ് നോമിനേഷൻ ഇല്ലാത്തത്. ജാസ്മിൻ, നോറ, നന്ദന, അഭിഷേക്, ഋഷി, ശ്രീധു, സായി എന്നിവരാണ് ഈ വീക്കിലെ നോമിനേഷൻ ഉള്ളത്.